ഓണക്കാലത്ത് പതിവായി ഉയരുന്ന വിവിധ സമരങ്ങൾ ഇത്തവണ കാണാത്തത് സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടതിന്റെ കൂടി ഫലമാണെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ 28-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അഭിനന്ദനീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ ഫെഡ്, സഹകരണ കൃഷി വകുപ്പുകൾ സംയുക്തമായി ശക്തമായ ഇടപെടൽ നടത്തിയതിന്റെ ഫലമാണിത്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് പച്ചക്കറി ചന്തകൾ, കർഷക ചന്തകൾ, മഹാ ട്രേഡ് ഫെയറുകൾ എന്നിവ സംഘടിപ്പിച്ച് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭ്യമാക്കിയതായും അവർ പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ആദ്യമായി 2000 രൂപ ഓണസമ്മാനം നൽകിയതും ഹരിതസേനാംഗങ്ങൾക്ക് 1500 രൂപ ഓണ അലവൻസ് അനുവദിച്ചതും മന്ത്രി ചൂണ്ടിക്കാട്ടി. ആദിവാസി വിഭാഗത്തിലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഓണക്കോടിക്കായി 1000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലെത്തിച്ചു. തൊഴിലാളികൾക്കുള്ള ബോണസും മറ്റാനുകൂല്യങ്ങളും സമയബന്ധിതമായി നൽകി. SC/ST വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. 3 മുതൽ 15 വരെ വീടുകളുള്ള ഊരുകൾക്ക് 40 ലക്ഷം രൂപയും 15-ൽ കൂടുതൽ വീടുകളുള്ള ഊരുകൾക്ക് 1 കോടി രൂപ വരെയുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗ്രാന്റിലെ 370 കോടി രൂപയുടെ കുടിശ്ശിക 3 മാസത്തിനകം വിതരണം ചെയ്തു. സ്ത്രീകൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി സെപ്റ്റംബറിൽ പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി പ്രഖ്യാപിക്കും. SC/ST വിഭാഗങ്ങൾക്കായി അനുവദിക്കുന്ന ഫണ്ട് ലാപ്സാകാതെ അർഹരായവരിലേക്ക് സമയബന്ധിതമായി എത്തിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. 100-ദിന കർമ്മപരിപാടിയിലെ പദ്ധതികൾ ഒക്ടോബർ 8-നകം പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ VD സതീശനും അതുപോലെ തന്നെ മന്ത്രിസഭയും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളും ഒക്കെ കാര്യക്ഷമമായി ഇടപെടുന്നത് കൊണ്ടാണ് ഇപ്രാവശ്യം അത്തരത്തിലുള്ള സമരങ്ങളൊന്നും തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ ചാനലുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കാത്തത്. വലിയ തോതിലുള്ള മുന്നൊരുക്കമാണ് ഈ ഓണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് വിപണിയിൽ കൃത്യമായി ഒരു സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ആ വിലക്കയറ്റം നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഇടപെടൽ ഈ ഓണം സീസണിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മെച്ചപ്പെട്ട സാധനങ്ങൾ, ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ എന്ന് മാത്രമല്ല കേരളത്തെ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് ആ 3 മേഖല കേന്ദ്രങ്ങളിലും വലിയ മഹാ ട്രേഡ് ഫെയറുകളാണ് ഈ സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഷാജു പുതൂർ, ഉത്തര രാജീവ്, ഡോക്ടർ വിജയലക്ഷ്മി, ജയൻ മനയത്ത് എന്നിവരെ മന്ത്രി പുരസ്കാരം നൽകി ആദരിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, R രവികുമാർ, ശൈലജ ദേവൻ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. 200ഓളം പേർക്ക് ഓണക്കിറ്റ്, ഓണക്കോടി എന്നിവയും 10 പേർക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു.